ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കർക്കിടക വാവ് ദിവസമാണ്. രാവിലെ ഇഡ്ഡലി, സാമ്പാർ, വട, പപ്പടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സദ്യ ഒരുങ്ങിക്കൊണ്ടേയിരിപ്പുണ്ട്. പിന്നെന്താണ്, നമ്മൾ സാധാരണ അച്ഛനൊക്കെ പണ്ടൊക്കെ അരുവിക്കര പോയാണ് ബലിയിടുന്നത്. ഇന്നിപ്പോൾ രാവിലെ അച്ഛൻ തൊട്ട് താഴെയുള്ള അമ്പലത്തിൽ പോയി ബലിയിട്ടു. കാരണം വയ്യായികയൊക്കെ ഉള്ളതുകൊണ്ട് അരുവിക്കര പോയി ക്യൂ ഒക്കെ നിന്ന് പോകുന്ന കാര്യം കുറച്ച് പാടാണ്. അപ്പം അതുകൊണ്ട് അവിടെ പോയി ഇട്ടില്ല. എങ്കിലും നമുക്ക് ചില ഓർമ്മകൾ അരുവിക്കര ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് പോയി നമുക്കൊന്ന് അവിടുത്തെ വിശേഷമൊക്കെ കണ്ടിട്ട് വരാം. അവിടെ വാവ് ബലിക്ക് ഭയങ്കര സ്പെഷ്യലാട്ടോ. ഒന്ന് പോയി കണ്ടിട്ട് വരാം. മുന്നേ എൻ്റെ ഒരു സ്കിൻ കെയർ കണ്ടാലോ? എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക. അതിന് ഫസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക. ഇപ്പം നമ്മൾ പുറത്തൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി നോക്കിയാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോകും ഇല്ലേ? പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്സ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തിരുന്നത് കേട്ടോ. കാശൊന്നും വാങ്ങില്ല. ഈ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ? സോ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് ആർ റിയലി വാല്യൂ ഫോർ മണി. പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അതായത് ഡയറ്റ് പ്ലാൻ, എത്ര വെള്ളം നമ്മളൊരു ദിവസം കൺസ്യൂം ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്ട്സ് വാങ്ങിയെന്നിരിക്കട്ടെ, അതൊരു 3 മാസം വരെയൊക്കെ പോകും കേട്ടോ. അതുകൊണ്ട് അതൊരു വർത്ത് പർച്ചേസിങ്ങും ആണേ. എന്തായാലും ഞാൻ ക്യൂർ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ. അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 100 ഓഫായിട്ട് കിട്ടും കേട്ടോ. ഞാനും വേദയും അച്ഛനും ഏട്ടനും കൂടി അരുവിക്കര കാണാൻ പോവുകയാണേ. കണ്ടിട്ടുണ്ട്, എങ്കിലും വാവിൻ്റെ അന്ന് പ്രത്യേകതയാണ്. പണ്ട് ഞാനും അച്ഛനും കൂടെ ബസ്സിൽ കയറി വരുമായിരുന്നു. ഉണ്ട് കുഞ്ഞിലെ വേദയുടെയൊക്കെ പ്രായം കേട്ടോ. എനിക്ക് ഓർമ്മയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ഒരു പ്രായത്തിൽ ഞാനും അച്ഛനും കൂടി രാവിലെ ബസ് കയറി വരും കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളിവിടെ എത്തും. ഞങ്ങൾ ചുള്ളിമാനൂർ ഉള്ളപ്പോൾ കാര്യം പറയുന്നത് കേട്ടോ. ബസ് കയറി ഞാനും അച്ഛനും കൂടി വരും. അച്ഛൻ ഇവിടെ ബലിയിടാൻ വരുന്നതാണ്, ഞാൻ അച്ഛന് കൂട്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ ബലിയിടാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും അച്ഛൻ്റെ ഷർട്ടും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് പോകുന്നതാണ് ഞാൻ. പക്ഷേ എൻ്റെ ഉദ്ദേശം നേരെ മറിച്ചാണ്. ഇതുപോലെയൊന്നുമല്ല കേട്ടോ, ഭീകര തിരക്കായിരിക്കും. ഇതിപ്പോൾ ഒരു 10-10:30 മണിയായിട്ടുണ്ട് ഞങ്ങൾ വന്നപ്പോൾ. അതുകൊണ്ട് വലിയ തിരക്കോ കാര്യങ്ങളൊന്നും അത്രയ്ക്കില്ല കേട്ടോ. മറ്റത് കണ്ണ് കാണാൻ കാല് കുത്താൻ പറ്റാത്ത തിരക്കും നിറയെ സ്റ്റോളുകളും ഭയങ്കര ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയിലാണ് ഇവിടെ അരുവിക്കര ഡാമുണ്ടാകാറ് കേട്ടോ. കർക്കിടക വാവിൻ്റെ ആ ഒരു സമയം. ഇപ്പോൾ എന്താണ് ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. സ്റ്റോളുകളോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. പക്ഷെ നമ്മൾ ഇതുവഴിയാണ് ഇറങ്ങി വന്നത്. അപ്പുറം സൈഡിൽ കൂടെ പോയാൽ ചിലപ്പോൾ ഉണ്ടോയെന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് ഞാനും അച്ഛനും കൂടെ വരുന്ന കഥയാട്ടോ. ഞാൻ വരുന്നത് എന്താണ്, ഈ സ്റ്റോളുകളിൽ നിന്നും കളിപ്പാട്ടവും സാധനമൊക്കെ വാങ്ങാനാണ് വരുന്നത്. നമുക്ക് വീണ് കിട്ടുന്ന ചാൻസാണേ, കൂടെ പോയാലേ പറ്റത്തുള്ളൂ. അതിലെനിക്കൊരു മുഷിച്ചിലും ഉണ്ടായിരുന്നില്ല. രാവിലെ ബസ് കയറി അച്ഛനോടൊപ്പം വരാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഈ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യത്തിന് പോകുന്നത്. അതിന് മുന്നേ ഒരു കാര്യം കേട്ടോ, അപ്പൂപ്പനെ പൊതിയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഇവിടുത്തെ മീൻ ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്ന അരിയും സാധനങ്ങളൊക്കെ കേട്ടോ. ഇവിടുത്തെ മീനിന് ഈ അരിയും പൊരിയൊക്കെ ഇട്ടാൽ നമ്മുടെ ദേഹത്ത് അരിമ്പാറ, പാലുണ്ണി പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പോകും എന്നാണ്. മീൻ കഴിച്ചാൽ നമ്മുടെ ദേഹത്തുള്ള കാര്യങ്ങളെല്ലാം തനിയെ അങ്ങ് മാറും എന്നാണ് ഒരു വിശ്വാസം. ശരി, അപ്പോൾ നമ്മളൊരു പൊരിയൊക്കെ വാങ്ങി. വേദയുടെ കഴുത്തിൽ ചെറിയൊരു കുരു പോലെ നിൽപ്പുണ്ട് കേട്ടോ. പാലുണ്ണി ആരും പറയുന്നൊക്കെ പറയുന്ന രീതിയിലൊരു കുഞ്ഞൊരു കുരു നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ മീൻ കഴിക്കുകയാണെങ്കിൽ അത് മാറുന്നു എന്ന് നോക്കണമല്ലോ. ഇതിന് മുന്നേ വന്ന് വേദയ്ക്ക് ഇങ്ങനെ അരിമ്പാറ പോലെയൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ശരിയാട്ടോ, തനിയെ പോയിട്ടുണ്ട്. അത് വേറൊരു കാര്യം തന്നെയാണ്. അത് ശരിയാട്ടോ, ഞാനത് അത്രയും നോട്ട് ചെയ്തിട്ടില്ല. വേദയ്ക്ക് ഇങ്ങനെ അരിമ്പാറ പോലെ വന്നു, ഇതുപോലെ കൊണ്ടിട്ടപ്പോഴേക്കും പോയി കേട്ടോ. ശരിയാ, അത് ഞാനിപ്പോഴാണ് ഓർമ്മിക്കുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ അരുവിക്കര അമ്പലത്തിൻ്റെ സൈഡിലൂടെ പോവുകയാണ്. അച്ഛൻ ഇതിനിടയ്ക്ക് അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനെല്ലാം റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ ഇവിടെ ഭയങ്കര പാട്ടും അനൗൺസ്മെൻറ്റും ബഹളമൊക്കെ ആയിട്ട് അച്ഛൻ പറയുന്നതെല്ലാം ഒരു മൂളൽ പോലെ മാത്രമേ കേൾക്കുന്നുള്ളൂ. കൂടുതലും മുന്നിൽ നിൽക്കുന്നത് അനൗൺസ്മെൻറ്റും പാട്ടും ബഹളമൊക്കെ ആയിട്ടോ. പിന്നെ ഞാനത് മ്യൂട്ട് ചെയ്തത്. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ട കാര്യങ്ങളൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവേ.
അതിന് മുന്നേ ഞാനും അച്ഛനും കൂടി ഇവിടെ വരുന്ന കഥ എങ്ങും ഇങ്ങും ആയില്ലല്ലേ, 2 പ്രാവശ്യം ആ കഥ ബ്രേക്കായി. ഓക്കെ ശരി, രാവിലെ ബസ് കയറി ഞാനും അച്ഛനും കൂടി വരും. ഞാൻ വരുന്നത് കളിപ്പാട്ടം വാങ്ങാനാണ്. അച്ഛൻ എന്നെ കൊണ്ടുപോകുന്നത് അച്ഛൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ്റെ ഷർട്ടും തോർത്തും മുണ്ടും ഒക്കെ അഴിച്ച് വെച്ചിട്ടല്ലേ അവരെ ബലിയിടാനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടോ. തിരക്കോ ഞാൻ പറഞ്ഞില്ലേ, ഭീകര തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ അന്ന് ഈ ബലിമണ്ഡപമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പോഴും ബലിമണ്ഡപവും കാര്യങ്ങളൊക്കെ വന്നത്. നിറയെ ആൾക്കാർ കാണും, നിറയെ പൂജാരികൾ കാണും. നമ്മൾ ചെന്നൊരു പൂജാരിയുടെ ഫ്രണ്ടിലിരിക്കും. പൂജാരി മറ്റേ പിണ്ടവും ദർപ്പയും എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളതൊക്കെ തരും. ആ പൂജാരി പറയുന്നതനുസരിച്ച് ചെയ്തിട്ട് ആ കുളത്തിൽ പോയി കുളിച്ചിട്ട് വരും. അപ്പോൾ അച്ഛൻ എന്നെ ഒരു സ്പോട്ടിൽ നിർത്തിയിട്ടായിരിക്കും പോകുന്നത്. ഇവിടെ തന്നെ നിന്നുള്ള, ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും പോകലെന്ന് പറഞ്ഞ് അച്ഛൻ്റെ ഷർട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ട് പോകും. ഞാനും അവിടെ നിന്ന് അനങ്ങത്തില്ല കേട്ടോ. അനങ്ങിയാൽ പോയി. ആ സ്ഥലത്ത് നിന്ന് ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുക ചെയ്യുകയാണെങ്കിൽ അച്ഛൻ വരുമ്പോൾ പിന്നെ എന്നെ കാണത്തൂല്ല, ഞാനോട്ട് അച്ഛനെ കാണത്തൂല്ല കേട്ടോ. അപ്പോൾ അച്ഛൻ പോണതും ഞാനിങ്ങനെ കണ്ണടയ്ക്കാതെ നോക്കി നിൽക്കുക, ഏത് ഏരിയയിലോട്ടാണ് പോയത്, എങ്ങോട്ടാണ്. അപ്പോൾ ഈ ബലിയിടുന്ന വെള്ളത്തിലും ബലിയിടുന്ന സ്ഥലത്തും നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ലല്ലോ, അവരൊറ്റയ്ക്കല്ലേ പോയി ബലിയിടുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ ഇമ വിട്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ, അച്ഛൻ എങ്ങോട്ടേക്കാ പോയെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അച്ഛൻ ബലിയെല്ലാം ഇട്ടിട്ട് വന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങും. യാത്ര തുടങ്ങുമ്പോഴാണ് രസം കേട്ടോ. ഇങ്ങനെ നടന്ന് ബസ് സ്റ്റോപ്പ് വരെ നടന്ന് പോകണ്ടേ. ആ നടന്നു പോകുന്ന ബസ് സ്റ്റോപ്പ് വരെ എന്തോരം കാഴ്ചകളാണെന്നറിയോ. അവിടെ ഇതുപോലെ ടോയ്സ് ഉള്ള കടകളുണ്ടാവും, നിറയെ സ്റ്റോളുകൾ, ചെടിക്കടകൾ. അന്നൊന്നും ഭക്ഷണത്തിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അന്ന് നമുക്കറിയില്ല, അറിയാറുള്ള പ്രായം ആയിട്ടില്ല. പിന്നെ പൊറോട്ടയും ചിക്കനും കണ്ടാലും വിടത്തില്ല, അത് വേറെ കാര്യം. എങ്കിലും അങ്ങനൊരു ആക്രാന്തം പിടിച്ച ഇപ്പം തിന്നുന്ന തീറ്റിയൊന്നും അന്നില്ല കേട്ടോ. നമുക്ക് ടോയ്സും മറ്റു കാര്യങ്ങളും ഇങ്ങനെ കാഴ്ചകൾ കാണുക, അതൊക്കെയായിരുന്നു അത് സന്തോഷം. അപ്പോൾ ഇന്ന് കർക്കിടക വാവാണ്, നാളെ എന്ന് അറിയുമ്പോൾ തന്നെ മനസ്സിന് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഓ, അച്ഛനോട് നാളെ ബസ്സിൽ കയറി അരുവിക്കര പോവാലോ എന്നാണ് ആലോചിക്കുന്നത് കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ അതൊക്കെ മാറി കേട്ടോ. ഞങ്ങൾ ചുള്ളിമാനൂരിൽ നിന്ന് വന്ന് ഇങ്ങോട്ടേക്ക് മാറി കുറേ നാൾ വരെയും ഇവിടെ വരെ വന്നാണ് അച്ഛനും അമ്മയ്ക്ക്. പിന്നെ അമ്മയൊക്കെ മരിച്ച ശേഷം അമ്മയും വന്ന് ബലിയിടാറുണ്ടായിരുന്നു. അച്ഛനും അമ്മയും കൂടി ഇവിടെ വന്ന് തന്നെയാണ് ബലി ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ കുറേ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇവിടെ വന്നിടുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായി, തിരക്കും കാര്യങ്ങളും. അച്ഛനാണെങ്കിൽ നേരം വിളക്കും മുന്നേ അച്ഛന് വന്ന് ബലിയിടണം. അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ വന്ന് ബലിയിടുമ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളും, ഒരുപാട് സമയം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും കേട്ടോ. അങ്ങനെയൊന്നും അച്ഛൻ ഒരുപാട് സമയമൊന്നും നിൽക്കാൻ പറ്റത്തില്ല. അമ്മയ്ക്കായാലും കാൽമുട്ട് വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോഴെല്ലാം തൊട്ട് താഴെ ഇപ്പം പണ്ടൊക്കെ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അരുവിക്കര, തിരുവല്ലം, ശംഖുമുഖം, നമ്മുടെ ട്രിവാൻഡ്രത്തെ കാര്യമായിട്ടാണ് പറയുന്നത്. പാപനാശം, അവർക്കല പാപനാശം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഇങ്ങനെ ബലി അർപ്പിക്കത്തുള്ളായിരുന്നു. ഇപ്പോൾ എവിടെ നോക്കിയാലും ഏത് അമ്പലവും ഒരു കുളവും ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ബലിതർപ്പണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ താഴെയുള്ള പുന്നാങ്കോണം എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട് കേട്ടോ. അവിടെ ചെന്നിട്ടാണ് അച്ഛനും അമ്മയും ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതാകുമ്പോൾ വീടിന് തൊട്ടടുത്താണ്, രാവിലെ തന്നെ പോയി ഇടാം, അധികം തിരക്കുണ്ടാകില്ല, ഒരുപാട് സമയം നിൽക്കണ്ട, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളുള്ളത് കൊണ്ട് വയ്യായിക തന്നെയാണ് മെയിൻ പ്രോബ്ലം. അതുകൊണ്ട് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയി തന്നെയാണ് ഇടുന്നത് കേട്ടോ. ഇവിടെ ഞാൻ പറയില്ല, മുന്നേ ഓരോ പോറ്റിയും കുറേയേറെ പോറ്റിമാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പോറ്റി മൈക്കിൽ ഇങ്ങനെ എല്ലാവർക്കും കൂടി പറഞ്ഞു കൊടുക്കുക, അതനുസരിച്ച് അവരുടെ അനൗൺസ്മെൻ്റ് അനുസരിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്, ബലി തർപ്പിക്കാൻ ഇരിക്കുന്നവരെല്ലാവരും ചെയ്യുന്നത് കേട്ടോ. ബലി മണ്ഡപവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് ഈ ബലി മണ്ഡപമൊന്നും ഇല്ല, ഇതെല്ലാം ഓപ്പൺ ഏരിയ ആയിട്ട് കിടക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു 10:30 മണിയൊക്കെ ആയത് കൊണ്ടാവാം തിരക്കധികം ഇല്ല. രാവിലെയൊക്കെ ഭീകര തിരക്കാട്ടോ. ആദ്യം കർക്കിടക വാവ് ബലി എന്ന് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് അരുവിക്കര വന്ന് അച്ഛനിടുന്നതും ഞാൻ ഷർട്ടും അച്ഛൻ്റെ മുണ്ടൊക്കെ തൂക്കി പിടിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതും ഒക്കെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ. ചില കാര്യങ്ങളില്ലേ നമ്മുടെ മനസ്സിലൊരു ഓർമ്മ എപ്പോഴും അങ്ങനെ കിടപ്പുണ്ട്. ചില കാര്യങ്ങൾ മാത്രം ഇങ്ങനെ മനസ്സിലിങ്ങനെ കിടക്കും. അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം കേട്ടോ. ഓ, അതൊക്കെ എന്ത് രസമല്ലേ ഓർക്കുമ്പോൾ. പിന്നെ നമ്മളൊക്കെ വലുതാകുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുക, അത്ര തന്നെ ഒരു മിച്ചം ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലേ. ഞാനിന്ന് അച്ഛനോടും അമ്മയോടും നല്ലതായിട്ട് പറഞ്ഞു, നമുക്കിവിടെ അരുവിക്കര ഞാൻ വീഡിയോ എടുക്കാൻ വരും, നമുക്കിവിടെ വന്ന് ബലിയിടാം എന്നൊക്കെ അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു ഓക്കെ ഞാനിവിടെ വന്നിടാം. അവിടെ അമ്പലത്തിലൊക്കെ ആണെങ്കിൽ ചെയറുണ്ട് കേട്ടോ, ചെയറിട്ടിരുന്ന് ഇടാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇവിടെയും ചെയർ കാണാൻ വരാൻ പറഞ്ഞു. അപ്പോൾ അമ്മ ഓക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അച്ഛന് നേരം വിളിക്കുന്നതിന് മുന്നേ ചെന്ന് ബലിയിടണം. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഞാൻ 10 മണിക്കും 11 മണിക്കൊന്നും ബലിയിടാൻ വരുന്നില്ല, പിതൃക്കൾ ഇങ്ങനെ അലങ്ങി തിരിഞ്ഞ് നടക്കുമെന്ന്. എത്രത്തോളം താമസിച്ച് ഇട്ടാൽ അത്രത്തോളം പിതൃക്കൾ അലങ്ങി തിരിഞ്ഞ് നടക്കും, എത്രത്തോളം നേരത്തെ ഇട്ടോ അത്രത്തോളം പിതൃക്കൾക്ക് സന്തോഷമാവുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നേരം വിളിക്കും മുന്നേ പോയി ഇതൊക്കെ ഇട്ട് കേട്ടോ.
എന്താണ് ബലിയെല്ലാം അർപ്പിച്ചു. ഇവിടെ ഒരുപാട് സമയം എടുത്ത കേട്ടോ ബലി കർമ്മങ്ങൾ ഓരോന്ന് അവിടുത്തെ പോറ്റി മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്നതും പറയുന്നതും ഒരുപാട് സമയം എടുത്താണ്. ഈ അങ്കിൾ നമ്മുടെ നെട്ടയത്ത് വീടിനടുത്തുള്ള അങ്കിളായിട്ട് അങ്ങനെ കണ്ടപ്പോൾ സംസാരിക്കുകയാണ്. ഒരുപാട് സമയമെടുത്താണ് ഓരോ കാര്യങ്ങളും പറയുന്നതും എടുക്കുന്നതും. പിന്നെ ബലി തർപ്പിക്കാൻ നമുക്ക് അച്ഛനും അമ്മയും മരിച്ചവർക്ക് മാത്രമല്ല കേട്ടോ ബലി തർപ്പിക്കുക. എൻ്റെ ഒരു അറിവ് ഞാൻ പറയുന്നതാണ്. നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബലി തർപ്പിക്കുന്നത്. പിതൃക്കൾക്കെന്ന് പറഞ്ഞാൽ അതിപ്പോൾ അച്ഛനും അമ്മയും തന്നെ ആവണമെന്നില്ല. നമ്മുടെ മുത്തശ്ശന്മാർ, മുതുമുത്തശ്ശന്മാർ, അവരുടെയും മുത്തശ്ശന്മാർക്ക് വേണമെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് പിതൃക്കൾക്ക് അങ്ങനെയാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബലി തർപ്പിക്കുന്നത്. അപ്പോൾ ചോദിക്കും ശ്രീകുട്ടിക്കെങ്കിൽ പിന്നെ ബലി തർപ്പിച്ചൂടെ എന്ന്. എനിക്കിപ്പോൾ തൽക്കാലം പിതൃക്കൾ കൊണ്ടുള്ള ദോഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എൻ്റെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഇടുന്നുണ്ട്. ഒരു വർഷം പോലും മുടങ്ങാണ്ട് ഇടുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്കതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യാത്തത്. ചിലർക്കുണ്ടാവും കേട്ടോ പിതൃക്കളുടെ വാക്ക് കിട്ടുന്നില്ല. അവരുടെ ഒരു ദോഷം നമ്മൾ വേണ്ട രീതിയിൽ പല കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ അത് വരും, നമ്മുടെ തലമുറകൾ എല്ലാവരും അനുഭവിക്കേണ്ട രീതിയിൽ വരും. അപ്പോഴാണ് നമ്മൾ ഓരോരുത്തരും പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഓരോന്നും ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പിതൃക്കളെല്ലാവരും ഹാപ്പിയാണ് എന്നാണ് എൻ്റെ ഒരു മനസ്സിൻ്റെ വിശ്വാസവും. പിന്നെ ഈ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ജ്യോത്സ്യന്മാരോടൊക്കെ അതിനോടൊന്നും വലിയ താല്പര്യമില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരും പറയുന്നത് പിതൃക്കൾക്കെല്ലാം ഹാപ്പിയാണ്, അവർക്ക് വേണ്ടതെല്ലാം ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളും ഹാപ്പിയാണ്, അവരും ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിലൊന്നും എനിക്ക് അധികം വിശ്വാസമോ കാര്യങ്ങളൊന്നുമില്ല, ദൈവത്തിൽ മാത്രമാണ് വിശ്വാസം. എങ്കിലും ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് പോകും, വിശ്വസിച്ചേ മതിയാവൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇനി ഞാൻ എനിക്കറിയാവുന്ന അച്ഛൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് അരുവിക്കര അമ്പലത്തിനെ പറ്റി പറയാം കേട്ടോ. പാറയിൽ നിർമ്മിച്ച ദുർഗാദേവിയാണ് ഇവിടെ ഇരിപ്പുള്ളത്, പ്രതിഷ്ഠയായിട്ട് മെയിനായിട്ടുള്ളത്. ഇവിടുത്തെ ഈ നദിയിൽ നിറയെ മീനുകളുണ്ട്. ഭഗവതിയുടെ, ദുർഗാദേവിയുടെ കുട്ടികളാണ് ഈ മീനെന്ന് പറയപ്പെടുന്നു. അച്ഛൻ പറഞ്ഞ ഒരു കഥ, ആരോ ഒരാൾ വന്ന് ചൂണ്ടയിട്ട് മീനിനെ പിടിച്ചിട്ട് പോയി മീനിനെ കറി വയ്ക്കാനായിട്ട് അവർ കട്ട് ചെയ്തതും ഈ മീൻ വാല് മുറിഞ്ഞതും ചാടി ഈ കുളത്തിൽ വീണ്ടും വന്ന് വീണു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ പിടിച്ച ആൾക്ക് ഒരുപാട് ദോഷങ്ങളും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് എന്തോ പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് ഇവിടെ നിന്ന് പിടിക്കുന്ന മീൻ ദേവിയുടെ മക്കളാണ്, പിടിക്കാൻ പാടില്ല എന്നുള്ളൊരു അറിവ് കിട്ടുന്നത് കേട്ടോ. ആ വാല് മുറിഞ്ഞ മീൻ ഇപ്പോഴും ഈ ഒരു നദിയിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എത്രത്തോളം അതിൽ സത്യമുണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇതൊക്കെയാണ് ഈ അരുവിക്കര അമ്പലത്തിനെ പറ്റിയും ഇവിടെ കിടക്കുന്ന ഈ മീനിനെ പറ്റിയൊക്കെയുള്ള ഐതിഹ്യങ്ങൾ കേട്ടോ. അപ്പോൾ ഈ അരിമ്പാറ മാറുന്നതിലും ഉറപ്പായിട്ടും എന്തെങ്കിലും ഐതിഹ്യങ്ങളുണ്ടാകും. അതിനെപ്പറ്റി എനിക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല. എന്തായാലും ഇവിടെ വന്ന് അരുവിക്കര ബലി അർപ്പിക്കുന്ന ദിവസം ഇഷ്ടം പോലെ ആൾക്കാരാണ്, നിറയെ ആൾക്കാരാണ് വന്ന് കർക്കിടക വാവ് ബലിയുടെ അന്ന് വന്ന് ബലി അർപ്പിക്കുന്നത് കേട്ടോ. പണ്ട് മുതലേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൊച്ചായിരിക്കുമ്പോഴേ ഇതിന് പേര് കേട്ടൊരു സ്ഥലമാണിത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര രസമാണ്, തിരക്കും ആൾക്കൂട്ടവും ബഹളവും അനൗൺസ്മെൻറ്റും പാട്ടും ഒക്കെ ആയിട്ട്. പക്ഷെ അത്രയേറെ ഭംഗി എനിക്കിപ്പോൾ തോന്നുന്നില്ല. ആ സൈഡിലൊക്കെ ചിലപ്പം സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല. ഞങ്ങളിതൊരു ഷോർട്ട് കട്ട് കയറിയാണ് വന്നത്. കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം കുറവായതുകൊണ്ട് കാർ പാർക്കിംഗ് ഇട്ടിട്ട് അവിടെ നിന്ന് ഒരു ഷോർട്ട് കട്ട് കയറിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. സോ മേ ബി മുകളിലോട്ട് പോയാൽ ചിലപ്പോൾ സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, അറിയത്തില്ല. പിന്നെ മഴയും ഉണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും നല്ല രീതിയിലുണ്ട് കേട്ടോ. റോഡൊക്കെ നല്ല ചെളിയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. അതിനോട് എനിക്ക് കുറേ നാൾ കൊണ്ട് അരുവിക്കരയിലെ ഈ റോഡ് ഭയങ്കര മോശമായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അതൊന്ന് വൃത്തിയാക്കിയാൽ നല്ലതായിരിക്കും. അതുപോലെ ഇതേ ഇവിടെ ബലിയിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അവർ പ്രഷർ പമ്പും മറ്റുമൊക്കെ വെച്ച് ചൂലൊക്കെ വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത സെറ്റ് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ളത് ആ സെക്കൻഡിൽ തന്നെ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതിന് വേറെ കുറേ ആൾക്കാരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം മീൻസ് ബലിയിടുന്നവർ അങ്ങോട്ടേക്ക് ഇറങ്ങുന്ന സമയം തന്നെ അവരവിടെ ക്ലീൻ ചെയ്തിട്ട് അടുത്ത എത്ര പേരൊന്നുണ്ടാവും കേട്ടോ, അടുത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10-10:30 മണിയാവും നമ്മൾ എത്തിയപ്പോഴേക്കും. ഇപ്പോഴും അവിടെ ബലിയിടാൻ ആൾക്കാരുണ്ട് കേട്ടോ. ഭയങ്കര ഭീകര തിരക്കായിട്ടില്ലെങ്കിലും ഇതുപോലെ എനിക്ക് തോന്നുന്നു ഒരു 12-1 മണി വരെയും ഇങ്ങനെ ആൾക്കാർ വന്നും പോയൊക്കെ നിൽപ്പുണ്ടാവും. കാരണം അതിനിവിടെ പേര് കേട്ട സ്ഥലമല്ലേ. പിന്നെ തിരുവല്ലത്തും
അതേ ശംഖുമുഖം ഒക്കെ ശംഖുമുഖമൊക്കെ രാവിലെ തന്നെ ഇതിനൊരു സമയമുണ്ട് കേട്ടോ. സമയം കണക്കാക്കി ഇടാറുണ്ട്. ബലിതർപ്പണങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും എപ്പോഴും ഏറ്റവും നല്ലത് തിരുവല്ലത്തെ പരശുരാമ ക്ഷേത്രമാണ്. പക്ഷേ ഈ സമയം നമുക്ക് അങ്ങോട്ടേക്ക് ദർശിക്കാൻ പോലും പറ്റാത്ത തിരക്കായിരിക്കും. അതുകൊണ്ടാണ് അങ്ങോട്ടൊന്നും പോയി വീഡിയോ എടുക്കാത്തതും പറ്റും. ഞാൻ ഇതുവരെ അവിടെ പരശുരാമ ക്ഷേത്രത്തിൽ പോയിട്ടില്ല കേട്ടോ. അവിടെ കൂടുതലും ഈ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളും ചടങ്ങുകളും മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിയും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവിടെ ചെയ്യാറ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നെങ്കിലും ആ അമ്പലത്തിലാണ് പോയി നമ്മൾ ആരെന്ത് വേണമെങ്കിലും ഇപ്പം മരിച്ചവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഹോമോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ പോയിട്ടാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ മരിച്ചവരുടെ അസ്ഥി ഒഴുക്കൽ ചടങ്ങൊക്കെ തിരുവല്ലത്ത് ചെയ്യാറുണ്ട്. അതിനെല്ലാം അവിടെ പേര് കേട്ടതാട്ടോ. എന്തുണ്ടെങ്കിലും ആദ്യം പറയുന്ന തിരുവല്ലത്ത് പോകാം എന്നാണ്. പിന്നെ ചിലരൊക്കെ വർക്കല കൊണ്ടുപോകാറുണ്ട്, അവിടെ കൊണ്ടുപോകാറുണ്ട്, ഇവിടെ കൊണ്ടുപോകാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അച്ഛനെ എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ട് കേട്ടോ. ഇതൊന്നും മൈക്ക് കേൾക്കുന്നുണ്ട്, പക്ഷെ മൂളൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനെല്ലാം കട്ട് ചെയ്തത്. ഇത് സ്ത്രീകൾക്ക് ഡ്രസ്സ് മാറാനായിട്ടുള്ള ഒരു ചെറിയൊരു ഷെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് മുന്നേ വരുമ്പോഴും അങ്ങനെ ഒരു സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലരൊക്കെ ഇറങ്ങി കുളിച്ചിട്ട് ഡ്രസ്സ് മാറി വരും. അമ്മയൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് തല മാത്രം നനച്ചിട്ട് വരത്തേ ഉള്ളൂ, കുളിക്കാനായിട്ട് നിൽക്കത്തില്ല കേട്ടോ. ഈ ഇറങ്ങി പിന്നെ ഡ്രസ്സ് മാറി കയറിനൊക്കെ ഒരു ബുദ്ധിമുട്ട് കരുതിയിട്ട് വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് വരും. എന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് തല നനയ്ക്കത്ത് ഇങ്ങനെ ജസ്റ്റ് വെള്ളം കുടങ്ങി മാത്രമേ ചെയ്യത്തുള്ളൂ കേട്ടോ. ഒരു സ്റ്റെപ്പ് ആൾക്കാർ ബലിയിടുന്നതൊക്കെ ഞങ്ങളിങ്ങനെ കണ്ട് നോക്കി നിന്നു. നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാട്ടോ കുറച്ച് സമയം അവിടെ നിന്നു. അവർ കുളിക്കുന്നത് വരെ മുങ്ങുന്നത് വരെയുള്ള വീഡിയോ എടുത്തത്. അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മളവിടെ നിന്നിട്ട് ഇങ്ങ് വന്നാനെ. വേദ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു നിന്നു. അപ്പോൾ അച്ഛൻ കൂടെ വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് വേദ ചാടി ഇറങ്ങിയത് കേട്ടോ. ചീമയ്ക്ക് നിറയെ പഠിക്കാനുണ്ടതുകൊണ്ട് ചീമ ഈ ഏരിയയിലേക്ക് തിരിഞ്ഞ് നോക്കുന്നില്ല, ദർശിക്കുന്നില്ല. അമ്മയ്ക്കും അവിടെ വീട്ടിൽ നിറയെ പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സദ്യ ഒരുക്കണം. എല്ലാ വർഷവും കർക്കിടക വാവിൻ്റെ അന്ന് നമ്മൾ സദ്യ ഒരുക്കാറുണ്ട്. ആരെങ്കിലുമൊക്കെ മിക്കവാറും വീട്ടിൽ കഴിക്കാനുണ്ടാകും. പിന്നെ കാക്കയ്ക്ക് കൊടുക്കും. കാക്ക ചിലപ്പോഴൊക്കെ കഴിക്കും കേട്ടോ. ചിലപ്പോഴൊക്കെ ഭയങ്കര ജാടയായിരിക്കും, കാക്ക കഴിക്കത്തില്ല. കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും കാക്കയ്ക്ക് കൊടുക്കും. ഞാൻ ഉറപ്പായിട്ടും എത്തും കർക്കിടക വാവിൻ്റെ ഊണ് കഴിക്കാനായിട്ട്, സദ്യ കഴിക്കാനായിട്ട് എത്തും. പിന്നെ ചിലപ്പോൾ കള്ളിക്കാട് വീട്ടിലൊക്കെ പോകും കേട്ടോ. കള്ളിക്കാട് അച്ഛനും അമ്മയും അവരും പോയി ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലായിടത്തും കൂടി ഓടി എത്താൻ പറ്റത്തില്ലല്ലോ. എവിടെയെങ്കിലും ഒരു സ്ഥലത്തല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ തൽക്കാലം നെട്ടയത്ത് നിന്നു. കാരണം വേദയ്ക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ട്യൂഷനും പോകണം, എല്ലാ കാര്യങ്ങളും നമ്മുടെ വസ്ത്രയുടെ പിറകെ നടക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടെ കള്ളിക്കാട് പോയാലും നടക്കത്തില്ല കേട്ടോ. ഇതിപ്പോൾ നെട്ടയത്താകുമ്പോൾ നമുക്ക് ഓടിപ്പോയി വരാനെങ്കിലും പറ്റും. കള്ളിക്കാടായാലും കുറച്ച് ദൂരം കൂടുതലാണ്. അപ്പോൾ നമുക്ക് വിചാരിക്കും പോലെ വേദ ട്യൂഷനാക്കിയിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ വസ്ത്രയിലൊക്കെ നിറയെ ഓർഡേഴ്സ് വരുന്നുണ്ട്. വരുമ്പോൾ നമുക്ക് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകണം. അപ്പോൾ നെട്ടയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോവാം, എടുക്കാം, അത് കൺഫേം ചെയ്യാം. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ കള്ളിക്കാടൊക്കെ ആയാൽ പോയി എപ്പോഴും വന്ന് നോക്കാനോ എടുക്കാനോ ചിലപ്പോൾ ചില കുർത്തീസിൻ്റെയോ കോട്ട് സെറ്റിൻ്റെയൊക്കെ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചോദിക്കണമെങ്കിൽ ഏട്ടൻ വീട്ടിലുണ്ടെങ്കിലും ഒക്കെ ഏട്ടനോട് വിളിച്ച് ചോദിക്കുക. ഏട്ടനില്ലെങ്കിലും ഞാൻ തന്നെ പോയി നോക്കണ്ടേ. നമ്മളൊരാൾ പറയുമ്പോൾ അപ്പോൾ തന്നെ അതിന് റിപ്ലൈ കൊടുക്കുക. അതാണ് അതിൻ്റെ ഒരു ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇതേ നമ്മൾ മീനിടാൻ വാങ്ങിയിട്ടുള്ള അരിയും സാധനങ്ങളൊക്കെയാണിത്. അരി മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറയില്ലേ, വേദയുടെ കഴുത്തിൽ ചെറിയൊരു കുരു പോലെ നിൽപ്പുണ്ട്. അത് ഈ അരുവിക്കരയുള്ള മീനിന് അരി ഇട്ടാൽ മാറുമെന്നാണ് വിശ്വാസം. ശരി, നമുക്കൊന്ന് നോക്കി നോക്കാനൊന്നുമില്ല കേട്ടോ. അതിന് മുന്നേ ഇതുപോലെ വന്നിട്ടപ്പോൾ അത് ചിലപ്പോൾ തനിയെ പോയതാവാം. എങ്കിലും നമ്മുടെ ഒരു വിശ്വാസം മീനിട്ടപ്പോൾ പോയി എന്നുള്ളത്. മീൻ കഴിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പം മീനിനെ പോയിട്ടൊന്നും കാണാനില്ല കേട്ടോ. ഒരു മീനോ മീൻ കുഞ്ഞുങ്ങളോ കാണാറില്ല. പണ്ടൊക്കെ വന്ന് നമ്മളിങ്ങനെ അരി ഇടുമ്പോൾ മീനൊക്കെ നിറയെ വന്ന് കുത്തി കഴിക്കുന്നത് കാണാം കേട്ടോ. ഇപ്പോൾ ഈ മഴയൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ഡാമിൻ്റെ ഷട്ടറെല്ലാം തുറന്നിട്ടേക്കാണ്. അതുകൊണ്ടാണോ മീനിനെ കാണാത്തത്, അതോ ഈ തിരക്കും ബഹളമൊക്കെ ആയതുകൊണ്ട് ആണോ കാണാത്തത്, എന്താണെന്ന് അറിയത്തില്ല. ഒരു മീനിനെ പോലും കണ്ടില്ല കേട്ടോ. നിറയെ വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിപ്പുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടാവാം ഷട്ടറെല്ലാം തുറന്ന് ഭയങ്കരമായിട്ട് വെള്ളം ഓവർഫ്ലോ ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഓവർഫ്ലോ അല്ല, കുറച്ച് നല്ല ഒഴുക്കിലൊക്കെയാണ് പോകുന്നത്. ചിലപ്പോൾ അതുകൊണ്ട് ആ മീനുകളെല്ലാം ഒളിച്ചിരിപ്പുണ്ടാവും. എന്തായാലും നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും വന്ന് കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ, എന്തെങ്കിലും ഗുണം ഉണ്ടാവട്ടെ. 3 പ്രാവശ്യം ഇടണം എന്നാണ് പറയുന്നത്. അങ്ങനെ വേദ 3 പ്രാവശ്യം ഇട്ടു. ബാക്കി അച്ഛനും ഇട്ടു. അതിലൊരു പിടി ഞാനും ഇട്ടായിരുന്നു കേട്ടോ. ഏട്ടനും ഉണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് സമയം അവിടെ നിന്ന് കേട്ടോ. മീൻ വരുന്നു എന്നൊക്കെ നോക്കി. മീനും പോയിട്ട് ഒന്നും കാണാനില്ല. പിന്നെ തിരിച്ചിങ്ങ് കയറി വന്നു. ഒരുപാട് പേര് വന്ന് അരി ഇടുന്നുണ്ട് കേട്ടോ മീനിന്. നമുക്ക് ആക്ച്വലി ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇട്ടാൽ മതിയായിരുന്നു. ഇനി അവിടെ നിന്ന് ഇട്ടിട്ട് മീനിന് കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ്. എപ്പോഴും എല്ലാവരും ചെയ്യുന്ന ഈ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട് കേട്ടോ അരുവിക്കര. ആ പാർക്കിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ ഇറങ്ങിയാൽ അവിടെ നിന്നാണ് മീനിന് അരി ഇടുന്നത്. അപ്പം നമ്മളിനി അതിനൊരു കുറവ് വേണ്ടാന്ന് കരുതി അങ്ങോട്ടേക്ക് പോയത് കേട്ടോ.
ഇതേ നോക്കി തവള ചാടി ചാടി കളിക്കുന്നത് നോക്കി. വേദ കണ്ടപ്പോൾ ഇതന്നെ അവർ ഓൺ ചെയ്ത് കാണിക്കട്ടോ. വേദ വലിയ കൊച്ചായില്ല, ഇനി എന്ത് തവള കളിക്കാനാണല്ലേ. അപ്പോൾ അതേ നമ്മളിങ്ങനെ നിന്നപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഒക്കെ കാണുന്ന ഒരു നമ്മുടെ സുഹൃത്ത്, ഫോളോവർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നമ്മളോട് സംസാരിക്കുക കേട്ടോ. ഒരുപാട് സന്തോഷം. നമ്മളെ കാണുമ്പോൾ നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് തോന്നാറ്. ചിലർ കരുതും ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, എനിക്ക് നിങ്ങളാരെയും അറിയത്തില്ല, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് വഴിയും മറ്റും നമ്മളൊക്കെ അറിയാം. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ നമ്മളോട് വന്ന് മിണ്ടുക. ഞാൻ വന്ന് മിണ്ടട്ടെ എന്ന് പറഞ്ഞ് നിന്നാൽ എനിക്ക് നിങ്ങളെ അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ വന്ന് മിണ്ടുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും സംസാരിക്കും കേട്ടോ. ചിലർ പറയും ശ്രീകുട്ടിക്ക് ഭയങ്കര ജാടയാന്ന്. നമ്മളിപ്പോൾ ഒരു അറിഞ്ഞൂടാത്ത ഒരു വ്യക്തിയെ നോക്കി ചിരിച്ചുകൊണ്ട് എന്തുണ്ട് വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പറ്റുന്നതാണ് കേട്ടോ. നിങ്ങളിൽ ഓരോരുത്തരും വന്ന് നമ്മളോട് മിണ്ടുമ്പോഴും യൂട്യൂബ് ചാനൽ കാണാറുണ്ടെന്നൊക്കെ പറയുമ്പോഴും ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ജാടയാന്ന് കരുതണ്ട, ഉറപ്പായിട്ടും വന്ന് മിണ്ടുക, സംസാരിക്കുക, പറയുക, കാര്യങ്ങളെല്ലാം പറയുക. ഓക്കെ. അപ്പോൾ ദേ എവിടെ ഉണ്ണിയപ്പം കണ്ടാലും അച്ഛൻ വിടത്തില്ല കേട്ടോ. അങ്ങനെ ദേ ഇവിടെ ഉണ്ണിയപ്പം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയപ്പം വാങ്ങുകയാണ്. ഉണ്ണിയപ്പവും ദേവിക്ക് എന്തോ നേദിച്ച പൊങ്കാല പ്രസാദമൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പൊങ്കാല പ്രസാദം വാങ്ങിയില്ല, അതവിടെ അങ്ങനെ വീട്ടിലധികം പോകത്തില്ല. ഉണ്ണിയപ്പം നല്ല രീതിയിൽ പോകും, അച്ഛനെ തെറ്റ് പറയാൻ പറ്റത്തില്ല. ഉണ്ണിയപ്പം വാങ്ങിയാൽ അത് തീരുന്നത് പോലും അറിയത്തില്ല കേട്ടോ. ഇവിടെ തിലക ഹോമമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതും പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഹോമമാണ്. അതവരുടെ ഒരു ഹാളിൽ വെച്ചാണ് ആ ഒരു ഹോമം എല്ലാം ചെയ്യുന്നത്. അമ്പലത്തിലേക്ക് ഇറങ്ങിയില്ല, ഇനി വേറൊരു ദിവസം ഇറങ്ങാൻ നേരി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്നാൽ വീണ്ടും സമയം വേസ്റ്റ് ആവും. കാരണം വേദയ്ക്ക് നാളെ മാത്സ് എക്സാമാണ്. രാവിലെ ട്യൂഷനെല്ലാം പോയിട്ട് വേദ വന്ന് നിൽക്കുകയാണ്. ഇനി വീണ്ടും കുറേയൊക്കെ സംഗീതം അയച്ച് തന്നിട്ടുണ്ട് വേദയ്ക്ക് കവർ ചെയ്യാനായിട്ട്. അതെല്ലാം പഠിക്കണം, എഴുതണം. എത്ര പഠിച്ചാലും കഴിയില്ല മാത്സ് പഠിച്ചാൽ. അതുകൊണ്ട് അമ്പലത്തിൽ ഇറങ്ങിയില്ല. അച്ഛൻ്റെ അവിടെയൊക്കെ ചെന്ന് കറങ്ങി നിൽക്കുകയാണ്. അങ്ങനെ അച്ഛനെ ഞാൻ വിളിച്ചാൽ പറഞ്ഞു നമുക്കിനി വേറൊരു അമ്പലത്തിൽ പോകാനായിട്ട് വരാം, ഇപ്പോൾ വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അച്ഛൻ എത്ര കണ്ടാലും മതിയാവില്ല. എന്നാലോട്ട് വിളിച്ചാൽ വരത്തുമില്ല. ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയും. വന്നാൽ പിന്നെ പോകത്തുമില്ല കേട്ടോ. ഇതേ നോക്കി പാറയും വെള്ളവും ഇവിടെയാണ് നിറയെ മീനുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കേട്ടോ. ഇതാണ് നമ്മുടെ അരുവിക്കര. ഇവിടെ നിന്നാണ് ട്രിവാൻഡ്രത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും, എനിക്ക് തോന്നുന്നു കൊല്ലവും ഏകദേശം കൊല്ലം ബോർഡറൊക്കെ നമ്മുടെ ഈ അരുവിക്കര നിന്നാണ് വെള്ളം അവർ എത്തിക്കുന്നത്. കുടിവെള്ളം എത്തിക്കുന്നത് ഈ അരുവിക്കര ഡാമിൽ നിന്നാണ്. ഈ വെള്ളമാണ് നമ്മുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും വീട്ടിൽ, മീൻസ് ട്രിവാൻഡ്രത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നത് അരുവിക്കര ഡാമിലെ വെള്ളമാണ്. ഓക്കെ. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ച് വേറൊരു വഴി കൂടെ കാറ് കിടക്കുന്ന സ്ഥലത്തേക്ക് പോവാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളും ഞാനിവിടെ അരുവിക്കര അല്ലാതെ അമ്പലത്തിൽ മിക്കവാറും ഒക്കെ വരാറുണ്ട് കേട്ടോ. വന്നിട്ടുണ്ടെങ്കിലും ഇതുവഴി പോകുന്നത് ആദ്യമായിട്ടാണ്. ഇവിടെ ഇതുപോലൊരു പാറ തുരങ്കം പോലത്തെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അതുവഴി കൂടെ പോവാം. ഇങ്ങനൊരു വഴിയുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ കാറിലൊക്കെ വരുമ്പോൾ വഴി കാണാറുണ്ട്. പക്ഷെ അത് നടക്കാൻ നല്ല വഴിയാണോ, കാട് പിടിച്ച് കിടക്കുകയാണെന്നൊക്കെയാണ് ഞാൻ കരുതിയത്. പക്ഷേ നമുക്ക് നടക്കാനും പറ്റുന്ന നല്ലൊരു വഴിയാണ്. ഫുൾ ചെളിയായിട്ടൊക്കെ കിടക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഒന്ന് കോൺക്രീറ്റ് ചെയ്യുക എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ കുറച്ചൊന്ന് ഭംഗിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഈ ബലി സമയത്തൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നു പോകുന്നതല്ലേ. മഴയും കൂടി ആകുമ്പോൾ ആകെ നാശമാവും. അപ്പോൾ എന്തെങ്കിലും ഒരു സെറ്റപ്പ് കൂടി ചെയ്തിരുന്നുവെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ബ്യൂട്ടിഫുൾ പ്ലേസ് കേട്ടോ. അയ്യോ, ഞാൻ അതിശയിച്ച് പോയി. ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്നുള്ളത്. ഫോട്ടോഷൂട്ടിനും ഒക്കെ നല്ലതാട്ടോ. ഏട്ടൻ പറയുന്നുണ്ട് നിറയെ സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ആയിരിക്കാം കേട്ടോ. അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലം. നമ്മുടെ ട്രിവാൻഡ്രം അരുവിക്കര ആണെന്ന് ഇത് പറയത്തില്ല കേട്ടോ. ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ കിട്ടില്ല സ്ഥലം. ഞാൻ കണ്ണ് തള്ളിപ്പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വർഷമായിട്ട് ഇവിടെ കിടന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വഴിയുണ്ടെന്നറിയാം. പക്ഷെ അത് സഞ്ചാരയോഗ്യതയായിട്ടുള്ള വഴിയാണെന്ന്, അതായത് നടന്നൊക്കെ പോവാൻ നല്ല വഴിയാണെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതിന് ഇത്രയും ബ്യൂട്ടി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ. അത് വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. പക്ഷെ ചെളിയും അട്ടയും വേസ്റ്റും ഒക്കെ ആയിട്ട്, വേസ്റ്റല്ല അട്ട ചെളി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിട്ട് തറയെല്ലാം കൂടി നാശമായിട്ട് കിടക്കാം കേട്ടോ. അന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ സൂപ്പറായിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. തായ്ലൻഡിലൊക്കെ പോയിട്ട് ഇതിൻ്റെ ഒരു അംശം കാണാനില്ല കേട്ടോ. നാച്ചുറലായിട്ടുള്ള ഒരു സാധനം ഇതുപോലെയൊന്നുമില്ല. ഇതൊക്കെ നാച്ചുറലാണ്, ഒന്നും ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തതല്ല. കേരളത്തിൽ ഇത്രയേറെ സ്ഥലങ്ങൾ കിടക്കുമ്പോഴാണ് നമ്മൾ തായ്ലൻഡും മലേഷ്യയിലൊക്കെ പോയി ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടിട്ട് വാവ് പറയുന്നത്. നമ്മൾ ഈ കേരളക്കാർക്ക് ഈ ഒരുമാതിരിയുള്ള സ്ഥലങ്ങളിൽ പോയാൽ ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം അറിയോ? നമ്മുടെ കേരളത്തിലില്ലാത്ത സ്ഥലങ്ങൾ എന്താ ഇല്ലാത്തത്?
മലയുണ്ട്, കുന്നുണ്ട്, ബീച്ചുണ്ട്, കടലുണ്ട്, കായലുണ്ട്. നമുക്കില്ലാത്തതായിട്ട് എന്താ ഉള്ളത്? അപ്പോൾ മറ്റൊരു കൺട്രിയിൽ പോകുമ്പോൾ അവർ പക്ഷെ കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതാണ് ആ കൺട്രി നമ്മളെ കൂടുതൽ ആകർഷിക്കുന്നത്. നമ്മുടെ ഇവിടെ അത്രയും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അവരെന്നല്ല നമ്മളായാലും നമ്മുടെ ആ ഒരു രീതി അതായതുകൊണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ആ ഒരു കുറവുകളും നമ്മുടെ നാട്ടിലുണ്ട്. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ അത്രയും ഭംഗിയായിട്ട് തോന്നാത്തത്. എന്തായാലും ഉണ്ണിയപ്പം സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ നമ്മളിതേ എത്തിയിട്ടുണ്ട്. ചീമ പഠിത്തത്തോട് പഠിത്തം, ചീമയ്ക്ക് ഉണ്ണിയപ്പം കൊണ്ട് കൊടുത്തു. അപ്പോൾ വേദ പരിഭവം പരാതിയും, വേദയ്ക്കൊന്നും വാങ്ങിക്കൊടുത്തില്ല, ടോയ്സ് ഒന്നും വാങ്ങിക്കൊടുത്തില്ല എന്ന് പറഞ്ഞ് വേദ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ അതിൽ നിന്നൊരു ഉണ്ണിയപ്പം എല്ലാം എടുത്ത് കഴിച്ചു. എനിക്ക് ഉണ്ണിയപ്പം അത്ര അങ്ങോട്ട് അടിപൊളി എന്ന് പറയില്ല, എങ്കിലും കുഴപ്പമില്ല കേട്ടോ. അമ്മ സദ്യയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പച്ചടിയുണ്ട്, തോരനുണ്ട്, അവിയലുണ്ട്. അമ്മ ഇവിടെ സ്ഥലത്തില്ല. അമ്മയുടെ ഒരു ബന്ധുവിൻ്റെ ഒരു ഹോസ്പിറ്റൽ എമർജൻസി ആയിട്ട് അമ്മ അത്യാവശ്യപ്പെട്ട് പോയിരിക്കുക കേട്ടോ. അപ്പോൾ സദ്യ സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ച് അമ്മയുടെ കാക്കയ്ക്കും അമ്മ വച്ചിട്ടൊക്കെയാണ് അമ്മ പോയത്. ഇനി ഇതെല്ലാം നമ്മൾ വേണം സെർവ് ചെയ്ത് കഴിക്കാനായിട്ട്. അരുവിക്കര പോയി ഇതെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാക്കയ്ക്ക് ചോറ് കൊടുക്കുകയാണേ. സദ്യ എല്ലാം ഉണ്ട്. അമ്മ ഒരു എമർജൻസി, അമ്മയുടെ ഒരു വല്യമ്മ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. എല്ലാം വെച്ചിട്ട് അമ്മ പോയേട്ടോ. അമ്മ കാക്കയ്ക്കും വെച്ചിട്ടാണ് പോയത്. ഇനിയിപ്പോൾ അച്ഛൻ കാക്കയ്ക്ക് വെച്ചില്ല, വയ്ക്കാൻ പോവുകയാണ്. ആദ്യം എന്തോന്ന് ഇഞ്ചിയല്ലേ ഇത് പിതൃക്കൾക്ക് വേണ്ടിയിട്ട്. ഫസ്റ്റ് ഇഞ്ചി വേണം. ഇഞ്ചി കുറച്ച് ലേശേ ഇഞ്ചി കഴിഞ്ഞ് മാങ്ങ നാരങ്ങ നാരങ്ങ പിന്നെന്തോന്ന് മാങ്ങ. കാക്കയ്ക്ക് വെക്കുന്നോണ്ടാണ് കുറേശ്ശെ വെക്കണതേ. മാങ്ങ പച്ചടി അല്ലേ? പിതൃക്കൾക്ക് എണ്ണ പച്ചടി. അസുഖങ്ങളൊക്കെ വരും, കൊളസ്ട്രോൾ വരും. അവിയല തോരനാ? നില്ലടാ, തോരൻ. നമ്മള് ബിരിയാണിയുടെ അരി ഉണക്കി വല്ലതും ചോദിച്ചാൽ പറയും. പപ്പടം, പർപ്പിടകമല്ല പപ്പടം. ഒരാളും എടുക്കണ്ടേ അല്ലേടാ? എനിക്ക് ചോറെടുത്തില്ല. നിക്കേ ഇത് പൊട്ടിച്ചു പോയി. ഇപ്പോഴേക്ക് ഞാൻ ചോറ് എടുത്തില്ല. പഴവും പപ്പടവും പർപ്പിടകവും ഒക്കെ വയ്ക്കുമ്പോൾ പായസം പാൽപ്പായസമാണ്. ഏതാ? അത് കുഴപ്പമില്ല, അത് പറഞ്ഞ ഇരിക്കട്ട്. ഞാൻ പോയി ചോറ് മാത്രമല്ലേ എടുക്കാറുള്ളൂ. എടാ വറ്റൽമുളക് വച്ചില്ല. സത്യം പറയാലോ, സദ്യ വിളമ്പാൻ ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ ഈ സദ്യയൊന്നും വിളമ്പാൻ അധികം കയറാത്തത് കൊണ്ടും കഴിക്കാൻ മാത്രമല്ലേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ കഴിക്കുന്നു എന്നല്ലാണ്ട് ഇതെവിടെയൊക്കെ എങ്ങനെയൊക്കെ വയ്ക്കേണ്ടതെന്ന് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. എങ്കിലും അറിയാം അവിയൽ, തോരൻ, പച്ചടി, കിച്ചടി എന്നൊക്കെ പറഞ്ഞ് കേൾക്കണം എന്നല്ലാണ്ട് എവിടെയൊക്കെ കറക്റ്റ് പൊസിഷനിൽ വയ്ക്കണമെന്ന് അറിയില്ല. അതിനൊരു രീതി ഉണ്ട് കേട്ടോ. സദ്യക്ക് നമുക്ക് അങ്ങനെ എങ്ങനെയെങ്കിലും വെച്ചാൽ പോരാ, അതിൻ്റേതായ രീതിക്ക് തന്നെ സദ്യയിൽ വിളമ്പണം, എന്നാലേ കാര്യമുള്ളൂ. ആദ്യം പരിപ്പ്, പിന്നെ സാമ്പാർ, പിന്നെ പായസോ. അയ്യോ, ഞാൻ അധികം കണക്ക് പറയുന്നില്ല, പക്ഷെ ആ ഒരു രീതിയിലാണ് സദ്യ കഴിക്കേണ്ടത്. പരിപ്പ് ഒഴിച്ചിട്ടാണ് നെയ്യ് ഒഴിക്കണം. ഇളക്കിയിട്ട് എടുക്കണേടാ. ശകല ആ അത്ര വേണ്ട, മതി. നെയ്യ്, പപ്പടം. ഇനി ഒന്നുമില്ലല്ലോ, പഴം പായസം.
വെച്ച പഴം വെച്ച പായസം എന്നാ കൊഴി ഒഴി ശരി അറിഞ്ഞില്ല അമ്മച്ചി. അതെല്ലാം കൂടെ ഉരുട്ടിയല്ലേ വെക്കുന്നത്. ചോറിന് മുകളിൽ ഇടാം. മതി മതി മതി. എല്ലാം കൂടെ ഉരുട്ടിയാണ് നമ്മൾ കാക്കയ്ക്ക് കൊടുക്കുന്നത്. ഇന്ന് കാക്കയ്ക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ്, ഭയങ്കര ബിസി ഡേ ആണ്. ചിലര് അല്ലാണ്ട് കള്ളിക്കാട് അമ്മയൊക്കെ ഇങ്ങനെ ഇലയിൽ അങ്ങനെ തന്നെ കൊണ്ടുവയ്ക്കും. നിന്റെ അവിടെ സച്ചിന്റെ അവിടെ കണ്ടിട്ടില്ലല്ലേ നീ? ആ അവരും ഉരുട്ടാതെയാണ് വെക്കണത്. ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഉരുട്ടിയാണ് വെക്കണത് കേട്ടാ. കാക്കകള് വിളിയോട് വിളി കേട്ടാ. എവിടെ നിന്ന് കഴിക്കണമെന്ന് കൺഫ്യൂഷൻ. ആ വിളിക്കുന്നു, പെട്ടെന്ന് കൊണ്ടുവന്ന കാക്ക അതെടുക്കും. ഇലയിൽ വെക്കണം. ബാ കം ഓൺ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ക്യാച്ച് കാക്ക. കപ്പിൽ വെള്ളം ഇട, കപ്പിൽ വെള്ളം എടുത്തോണ്ട് ഇവിടെ മതിൽ, ഈ മതിൽ ഇങ്ങനെ വെച്ചാൽ മതി. ചെറിയ ഇലയല്ലേ, ഉരുണ്ട് പോവില്ല. അതിന് വന്നിരുന്ന് കഴിക്കാതെ അതിന്. ഓ കപ്പ് എടുത്തുണ്ടെന്നുണ്ടെങ്കിലാ ചിത്രശലഭം കുറച്ച് കഴിയുമ്പോ വരും. പക്ഷെ ഈ ഏരിയയിൽ കാക്കയുണ്ട്, ദോ ഇരിക്കുന്നു. നമ്മളും കയറിയാ വരും, വന്ന് കഴിക്കും. അല്ല അവിടെ എൻ്റെ ഇടയിൽ ഒരെണ്ണം വന്നിരുന്നു. ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് അകത്ത് കയറാം. ഭയങ്കര ഡിമാൻഡാണ്. നമ്മൾ നിൽക്കുമ്പോഴൊന്നും കഴിക്കത്തില്ല. വന്ന് ആ ടെറസിന്റെ മുകളിൽ കാണും. ഇനി ആരൊക്കെ കഴിക്കുന്നത്? അച്ഛൻ ബലി ഇട്ടിട്ട് വന്ന്, ഇങ്ങോട്ട് കാണീര്, ബലി ഇട്ടിട്ട് വന്ന് എപ്പോഴും കാക്കയ്ക്ക് കൊടുക്കാതെ കഴിക്കൂല. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല, മണി 12 വയ്യാതെയാണ്, എന്നിട്ട് പോലും കഴിച്ചില്ല കേട്ടാ. അപ്പം ചോറ് കഴിക്കാം. നീ കഴിക്കണേ ഇപ്പം? ചീമ കഴിക്കണേ ഇപ്പം? ഞാൻ കഴിക്കുന്നു. ചീമ എപ്പോഴാണ് കാണുന്നത്, വലിയ പടുത്തക്കറി. വിളമ്പ് വിളമ്പ്. എനിക്ക് പരിപ്പും വേണം, സാമ്പാറും വേണം. ലേശം പരിപ്പ്, ലേശം നെയ്യ്, ലേശം സാമ്പാർ. അച്ഛൻ കഴിക്കുകയാണ്, കഴിക്കാൻ പോവാണ്. എനിക്കെല്ലാം വെച്ചല്ലോ. നെയ്യ്, പപ്പടം, ചോറ്. പായസം വേണ്ട, കഴിച്ചിട്ട് ഞാൻ കഴിക്കണ. ആര് വീഡിയോ എടുത്തു തരും? വേദയ്ക്കും ചീമയ്ക്കും ഇപ്പം വേണ്ടാന്ന്. 12 മണി ആയതേ ഉള്ളൂ. ഞാൻ കഴിക്കും, അത് വേറെ കാര്യം. എന്തായാലും ഞാനും അച്ഛനും കൂടി കഴിക്കാനായിട്ടിരുന്നു. അച്ഛൻ പിന്നെ രാവിലെ ബലിയിട്ട ശേഷം 12:30 മണിക്കാണ് അച്ഛൻ കഴിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അച്ഛനെ തെറ്റ് പറയാൻ പറ്റില്ല. ഞാൻ ഇഡ്ഡലി സാമ്പാറും ഒരു വടയൊക്കെ കഴിച്ചായിരുന്നു. എങ്കിലും എനിക്കും വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, സദ്യയല്ലേ. സദ്യ കൊള്ളാം. അണ്ടിപ്പരിപ്പൊന്നുമില്ലേ അവിയലിന്? അവിയലിന് അണ്ടിപ്പരിപ്പൊന്നുമില്ലേ? എനിക്ക് മുളക് കിട്ടിയില്ല. നമ്മളെല്ലാവരും കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും കാക്കക്കുട്ടൻ വന്നിരുന്ന് ചോറ് കഴിക്കുക കേട്ടോ. ബലിക്കാക്കയല്ല, സാധാ കാക്കയാണ്, എങ്കിലും വന്ന് ചോറ് കഴിക്കുകയല്ലേ. ഇന്നിപ്പോൾ ബലിക്കാക്കയൊന്നും കിട്ടത്തില്ല കേട്ടോ. ഭയങ്കര ഡിമാൻഡുള്ള ദിവസമാണ്. ഈ കാക്കയെങ്കിലും വന്ന് ചോറെടുത്തത് ഒരു സന്തോഷം. ഇങ്ങനെ ഉരുട്ടി വെക്കുമ്പോഴേ കാക്ക വന്ന് ചോറ് എടുത്തില്ല എങ്കിൽ സത്യം പറയാമല്ലോ ഒരു വിഷമമൊക്കെ തന്നെയാണ്. അയ്യോ നമ്മുടെ ചോറ് കാക്ക വന്ന് എടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതേ കാക്ക എല്ലാ പ്രാവശ്യവും അച്ഛനും അമ്മയും വയ്ക്കുമ്പോൾ വന്ന് എടുക്കാറുണ്ട് കേട്ടോ. ഈ കാക്ക കൊത്തി കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചോറെല്ലാം കഴിച്ചു. വൈകുന്നേരം സമയമായി, ഇനി നിന്നിട്ട് കാര്യമില്ല, വീട്ടിൽ പോകണം. വേദയ്ക്ക് നാളെ എക്സാം ഉണ്ട്, മാത്സാണ്, പഠിക്കണം. ഇവിടെ ഇരുന്ന് വേദ കുറേ സമയം പഠിച്ചു. ചീമയ്ക്ക് പഠിക്കാനുണ്ട്. നമ്മൾ അതിൻ്റെ കൂട്ടത്തിറങ്ങി നിന്നാൽ അവളുടെ പഠിത്തവും കാര്യങ്ങളും ഒന്നും നടക്കത്തില്ല.
അതുകൊണ്ട് ദേ ടാറ്റ ബാബായ് പറഞ്ഞ് ഞാനും വേദയും കൂടി പതിയെ ഇറങ്ങുകയാണ്. അടുത്ത മഴ വരാൻ പോവാണ്, മഴയ്ക്ക് മുന്നേ വീടെത്തണം എന്നുള്ള തീരുമാനത്തിൽ ഞാനും വേദയും കൂടി ഇറങ്ങുകയാണ്. വേദയ്ക്ക് ഇവിടുന്ന് പോകുന്നു എന്ന് കേട്ടപ്പോൾ ഭയങ്കര ഒരു വിഷമമൊക്കെ ഉണ്ട്. അത് ചീമ ഉള്ളതുകൊണ്ടാട്ടോ. നിൽക്കാന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. പക്ഷെ ഞാൻ ആ ഒരു ബഹളത്തിൽ വഴങ്ങാതെ ദേ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വാവുബലി, കർക്കിടക വാവുബലി വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ക്യൂർ സ്കിന്നിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ആവശ്യമുള്ളവർക്ക് അവിടെ പോയി ഷോപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.